ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷം ദൈവശക്തി. സുവിശേഷം നമ്മളെ മാനസാന്തരത്തിലേക്കും വിശുദ്ധിയിലേക്കും സൗഖ്യത്തിലേക്കും നിത്യരക്ഷയിലേക്കും നയിക്കട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ദൈവജനമേ, ഇന്ന് തിരുസഭ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രിസ്തു സുവിശേഷത്തിൻ്റെ 2 പ്രമുഖ പ്രഘോഷകരും തിരുസഭയുടെ 2 അടിസ്ഥാന ശിലകളുമായ ഈ 2 അപ്പസ്തോലന്മാരുടെ ജീവിതം ഓരോ ക്രൈസ്തവനും ധ്യാന വിഷയങ്ങൾ തന്നെയാണ്. ഇന്നത്തെ വചനഭാഗം പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെയാണ് പരാമർശിക്കുന്നത്. പത്രോസ് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുക ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. എന്നാൽ പൗലോസ് ശ്ലീഹ ക്രിസ്തുവിനെ വിജാതിയരുടെ ഇടയിൽ പ്രഘോഷിക്കുക ഒരു ധീര പോരാളിയായാണ്. ഞാൻ നന്നായി പൊരുതി, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ക്രിസ്തുവിന് വേണ്ടിയുള്ള പൗലോസ് ശ്ലീഹയുടെ തീക്ഷ്ണത എടുത്ത് കാട്ടുന്നതാണ്. പൗലോസ് ശ്ലീഹയും ഒരു പോരാളിയായിരുന്നല്ലോ. ഓരോ ക്രൈസ്തവനും പ്രേക്ഷിതനാണ്. എങ്കിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും സാക്ഷ്യപ്പെടുത്താനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പത്രോസ് ശ്ലീഹ താൻ അടുത്തറിഞ്ഞ ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയെങ്കിൽ പൗലോസ് ശ്ലീഹ താൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയായിരുന്നു. നാം ഓരോരുത്തരും ക്രൈസ്തവരായിരിക്കെ ക്രിസ്തുവിനെ അനുഭവിക്കാനും അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും കടപ്പെട്ടിരിക്കുന്നു എന്ന് മറക്കാതിരിക്കാം. തീക്ഷ്ണതയിൽ മാന്ദ്യം സംഭവിക്കാതെ ധീരതയുള്ള ക്രിസ്തു സാക്ഷികളായി നമുക്ക് ജീവിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.